എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കുകയായിരിക്കും അല്ലേ? ഇന്ന് അവിട്ടം കഴിഞ്ഞ് ചതയ ദിനവും കഴിഞ്ഞു ഇരിക്കുമ്പോഴാണ് ഒരു വീഡിയോ ഇടാൻ തോന്നുന്നത്. കൈപ്പുണ്യം. ആദ്യം നമ്മുടെ ഓർമ്മ വരുന്നത് അമ്മയുടെ കൈപ്പുണ്യമാണ്. എൻ്റെ അമ്മ വയ്ക്കുന്ന കറികളെക്കുറിച്ചാണ്. സാമ്പാർ, പിന്നെ തീയൽ, പിന്നെ പാവയ്ക്ക ഇട്ടൊരു പരിപ്പുമൊക്കെ ഇട്ട് ഒരു വറുത്തരച്ച കറി. അങ്ങനെ കൈപ്പുണ്യമായിട്ടുള്ള ഭക്ഷണത്തെക്കുറിച്ച് ഓർമ്മ വരുന്നത് ഏറ്റവും അമ്മയിൽ നിന്നുള്ള ഓർമ്മകളിലാണ്. അമ്മ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞെങ്കിലും ആ ഓർമ്മകൾ എന്നെ നയിക്കുന്നു. ആലപ്പുഴക്കാർക്ക് പിന്നീട് നമ്മൾ കൈപ്പുണ്യമുള്ള ഭക്ഷണങ്ങൾ കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ശിവരാമപിള്ളയുടെ ചായക്കട. അതായത് പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ ഓപ്പോസിറ്റുള്ള ഇടവഴിയിൽ ഉള്ള ശിവരാമപിള്ളയുടെ ചായക്കട. ആ ചായക്കടയിൽ തട്ടുദോശ, മുളക് ചട്ടണി, മുളക് ചമ്മന്തി, രസവട, കടലക്കറി ഇവ ലഭ്യമാണ്. മുട്ടക്കറി. ഇത് നല്ല ടേസ്റ്റുള്ള ഫുഡ്. അവിടുത്തെ തേങ്ങാ ചമ്മന്തിയും കടലക്കറിയുമാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കേരളത്തിലെ ഒരു കടകളിലും നമുക്ക് കിട്ടാത്തധികം ടേസ്റ്റാണ് ഈ ആലപ്പുഴയിലുള്ള ശിവരാമപിള്ളയുടെ ചായക്കട എന്നുള്ളത്. ഇന്ന് ശിവരാമപിള്ളയൊക്കെ മരിച്ചുപോയി. ഇപ്പോൾ അവരുടെ പുതിയ തലമുറ വന്ന് അദ്ദേഹത്തിൻ്റെ മകനാണ് ചായക്കട ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഓർമ്മ വരുന്നത്. പിന്നീടൊരു കൈപ്പുണ്യമുള്ളത് ഇഡ്ഡലി സ്വാമി. നരസിംഹപുരം ലോഡ്ജിൻ്റെ ഓപ്പോസിറ്റ് പണ്ട് ഒരു ചെറിയ കടയുണ്ടായിരുന്നു, ഇഡ്ഡലി സ്വാമി എന്ന പേരിൽ അറിയപ്പെടുന്നു. അവിടെ ഇഡ്ഡലിയും വടയും ഉള്ളി സാമ്പാറും ഉഴുന്നുവടയും ഇഡ്ഡലിയും ചമ്മന്തിപ്പൊടിയും ഇത് കഴിക്കാൻ ആൾക്കാർ അന്നത്തെ കാലത്ത് ക്യൂ ആയിരുന്നു. ഭൂരി മസാലയും. ഒരു 6 പേർക്ക് 10 പേരോളം ഇരിക്കാവുന്ന ഒരു ചെറിയൊരു ചായക്കടയാണ്. അവിടെ ഇത് കഴിക്കാനായിട്ട് അവിടെ പുറത്ത് ആൾ ഇടിച്ചു തള്ളി നിൽക്കുന്നതാണ് അന്നത്തെ കാലത്ത്. രുചി കൈപ്പുണ്യം. ഇഡ്ഡലി സ്വാമിയുടെ കട എന്നാണ് അറിയപ്പെടുന്നത്. ഇഡ്ഡലി സ്വാമി ഒക്കെ മരിച്ചു പോയെങ്കിലും ആ കടയൊക്കെ അപ്രത്യക്ഷമായി. പിന്നീട് ആലപ്പുഴ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ ഇരുമ്പുപാലത്തിനടുത്തൊരു ഭൂരിക്കട ഉണ്ടായിരുന്നു. എന്തോ ഒരു പേര് ഓർമ്മ വരുന്നില്ല. ആ ഭൂരിക്കട, അവിടെ ഭൂരി, മധുരമിട്ട പയറ് കറി, മധുരത്തിലിട്ട മുളക്, അച്ചാറ്, മാങ്ങ അച്ചാറ്, 2 പപ്പടം ഇത്യാദി കിട്ടുന്ന ഒരു ഹോട്ടൽ അന്ന് ഇരുമ്പുപാലം പിന്നെ വടക്കേക്കരയിൽ, അതായത് വേണുസ്വാമി, ഓഡിറ്റർ വേണുസ്വാമിയുടെയൊക്കെ വീട് കഴിഞ്ഞുള്ള ആ ഭാഗത്തായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കൈപ്പുണ്യമുള്ള കടകളെക്കുറിച്ച് ഇത്തരത്തിൽ ഓർമ്മിച്ചെന്നേ ഉള്ളൂ.